വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ജന്മന്മേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കല്ലേ. Bless the Lord, oh my soul. Bless the Lord, oh my soul. Bless the Lord, oh my soul. Do not forget His benefits. Oh the Lord. ആ ഒരു ചിന്ത നമ്മുടെ ഇന്നത്തെ ആരാധനയിൽ നമ്മൾ വസിക്കട്ടെ. Father, blessed be the name of the Lord today. കർത്താവേ, വേറെ ഒന്നും അടിയുടെ ജീവിതത്തിൽ അടിയുടെ മനസ്സിൽ കർത്താവേ വരല്ലേ അപ്പാ. അങ്ങയുടെ ചിന്ത മാത്രം കർത്താവേ, അങ്ങ് മാത്രം ഞങ്ങളുടെ മനസ്സിൽ കർത്താവേ ഈ രാവിലെ നിറയ്ക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. We're gonna sing a new song. It's a Hindi song. നമ്മുടെ കരങ്ങളെ അടിച്ച്. It goes very simple. It says hallelujah hallelujah गाएंगे उसके वचन को सुनाएंगे. Hallelujah hallelujah गाएंगे उसके वचन को सुनाएंगे. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം. उसके वचन
ജീവനുള്ള ശക്തിയാണ്, ചലിക്കുന്ന ശക്തിയാണ്. ഓ കരബലതുടെ ചലിക്കുന്ന ശക്തിയാണ്, ജീവനുള്ള ശക്തിയാണ്. ഓരോരിടത്തും കരബല എത്താൻ പറ്റുന്ന ശക്തിയാണ്. മരണത്തെ ജയിച്ച ശക്തിയാണ്. ഓരി കരബലതുടെ ഈ കരബലതുടാരി കരബലതുടെ ഈ കരബലതുടാരി കരബല ഈ കരബല കല്ലറങ്ങെ അടയ്ക്കാൻ നോക്കി, മരണമങ്ങെ അടയ്ക്കാൻ നോക്കി. എന്നാൽ ദൈവം ജയാളിയവനാ. ഓരി കരമരണത്തെ ജയിച്ചവനാണ്. The victorious, the victor, the victor, the victor. We serve the victor. ഓരി കരബലതുടെ ഈ കരബലതുടെ ഓരി കരബലതുടെ ആരാധനയുടെ ശബ്ദം കർത്താവേ ഞങ്ങളുടെ നാവിൽ നിന്ന് ഉയരട്ടെ കർത്താവേ. ഓരി കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതി ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതി ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതി കാരുടെ ഈ കരബലതുടെ ആര് ദേവസന്നിധിയിൽ മൗനമായിരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. Close your eyes and worship God in whatever way. You could be saying hallelujah. You could be saying praise the Lord. You can pray for God's outpouring to come onto your life. You can clap your hands. You can move around. Worship God with the strength that He's given to you. Oh, di karabalatude, di karabaladira. Rude di karabala. ആരാധനയുടെ ശബ്ദം കർത്താവേ, ആരാധനയിൽ നിന്ന് വരട്ടെ. സ്തുതിയുടെ സ്തോത്രം ശബ്ദം കർത്താവേ, ആരാധനയിൽ നിന്ന് കർത്താവേ പുറപ്പെടട്ടെ. ഓ di karabalatude, di karabalatude. അപ്പാരുടെ di karabalatude, di karabalatude. കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവേ, ഈ ജനത്തെ കർത്താവേ അങ്ങയുടെ ശക്തി കൊണ്ട്, ഈ ജനത്തെ കർത്താവേ പോ അങ്ങയുടെ ഉയർപ്പിന്റെ ശക്തി കൊണ്ട് അത് നിറയ്ക്കുക കർത്താവേ. ഇവിടെ ദൈവ സാന്നിധ്യം ഇവിടെ അധിവസിക്കുന്നതിനായി നന്ദി കർത്താവേ. ഇതിന്റെ സാന്നിധ്യം ഇവിടെ അധിവസിക്കുന്നതിനായി നന്ദി കർത്താവേ. ഈ കോമ്പാണ്ടിന്റെ ചുറ്റും കർത്താവേ, ഈ ദേശത്തെ ചുറ്റും കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലെ ചുറ്റും കർത്താവേ അങ്ങയുടെ സാന്നിധ്യം അധിവസിക്കുന്നതിനായി നന്ദി കർത്താവേ. ഓ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബല ഈ കരബലതുടെ ഈ കരബലതീര ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ഈ കരബലതുടെ ശൂന്യമായ പാത്രങ്ങളായി അങ്ങ് ഞങ്ങളെ കർത്താവേ അതിന്റെ സന്നിധിയിൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കി കർത്താവ് ഞങ്ങളുടെ പാത്രങ്ങളെ കർത്താവേ അങ്ങയുടെ എണ്ണ കൊണ്ട് കർത്താവ് അഭിഷേക കൈകൾ കൊണ്ടൊക്കെ നിറയ്ക്കി കർത്താവ് നമ്മുടെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടൊക്കെ നിറയ്ക്കി അപ്പാ ഈ ശൂന്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു നിറവിലോട്ട് നമ്മൾ Lord, take away the emptiness. Fill us, Father. Fill us, Father. Fill us, Father. Lord, let us step into the fulfillment of your promise, Lord. Let us step into the fulfillment of your restoration. Let us step into the fulfillment of your promises, Lord. Aparuderi karabaladuderi karadi karabaladi karuderi karabaladuderi karabaladuderi യേശുവേ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. There is no one else worthy of our praise, Lord. All praise belongs to you. ഒരു നിമിഷം നമ്മൾ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് തുറന്ന് be transparent in the presence of the Lord. നമുക്ക് മറ്റുള്ളവരെ എല്ലാം ഫൂൾ ചെയ്യാം with a smiling face. No, with words we can fool the people around us, but you cannot fool God. You cannot hide anything from God. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ തുറന്നവരാണ്, ഒരു പിളർന്നതാണ്. നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ചുറ്റുമുള്ളവരെ നിങ്ങൾ നോക്കണ്ട. ഒരു നിമിഷം ദൈവസന്നിധി നിങ്ങളെ തന്നെ ഒന്ന് തുറക്കും. നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ,
കരങ്ങളെ, അകത്തെ മനുഷ്യന്റെ കണ്ണുകളെ സകലമായ ദൈവസ്നേഹം ഒന്ന് തുറന്ന് ഓപ്പൺ യുവർ ഐസ്, ഓപ്പൺ യുവർ മൈൻഡ്, ഓപ്പൺ യുവർ ലൈഫ് ടു ഗോഡ്. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ. മടങ്ങുകില്ലേ നീയാവിടുന്നീ ഞാൻ, മടങ്ങുകില്ലേ നീ ഞാൻ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു കാവലിനാ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു കാതിരും. രക്ഷയാം രക്ഷയാം ദിവ്യസ്നേഹ. ആ രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തി ക്രിസ്തേശു നൽകും കരുണ. അതിന്റെ മേശ ഞങ്ങൾക്ക് ഒരുക്കത്തെ റിമൈൻഡറാണ്. രക്ഷയാം ദിവ്യസ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തിൽ നീ, Lord, you paid the price. So freely given, Lord. വീണ്ടവനേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡനമേ. നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡനമേ. നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡനമേ. പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡന. പ്രവാഹം നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡനമേ. പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡനമേ. പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡ. ഒരിക്കൽ കൂടെ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒരു പീഡനമേ. അപ്പാ ഈ നല്ലൊരു രാവിലെ നിന്റെ സന്നിധിയിൽ കർത്താവേ, അങ്ങയുടെ ജനമായ ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് വരുന്നു. ആ നല്ലത്, ആ സ്നേഹക്കടൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി തന്നതിനായി നന്ദി കർത്താവേ. Lord, we thank you for the free gift that you have given in upon our lives. കർത്താവ്, ഒരിക്കലും ചിന്തിക്കാൻ പറ്റും, ഒരിക്കലും അതിന് അർഹത ഉള്ളവരല്ല ഞങ്ങൾ. But God, you poured out your life for us. You called us your sons and daughters, Father. Lord, as we have sang through every single song today, you are the God that is the one constant in our life. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടുള്ളവർ മാറിയാലും, ഞങ്ങളുടെ ചാർച്ചക്കാരൻ, ഞങ്ങളുടെ കുടുംബവും കർത്താവേ അപ്പ ഈ ലോകം മാറിയാലും
ഒരിക്കലും മാറാത്ത എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആരാധിക്കാൻ തന്ന ഈ അവസരത്തിനായപ്പാ നന്ദി 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 കർത്താവേ. അപ്പാ നിന്റെ സന്നിധിയിൽ ഇത്രത്തോളം അങ്ങ് സംസാരിച്ചതിന് നന്ദി. ഇനി ഞങ്ങൾ ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണം. അത്ഭുതത്തിന്റെ കരം കാണണം. പ്രാർത്ഥിച്ചാൽ As we're standing, let's all open our Bibles. We're going to read the Psalms and praise God. Hallelujah. Let's all open Psalms number 5. അഞ്ചാമത്തെ സങ്കീർത്തനം. Hallelujah. വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. Hallelujah. We're going to read verse by verse. വാക്യപ്രതിവാക്യങ്ങളായിട്ട് വായിച്ച് കർത്താവിനെ നമ്മൾ സ്തുതിക്കാം. Hallelujah. സങ്കീർത്തനം 5. Hallelujah. Psalms number 5 for the director of music for pipes, a psalm of David. Hallelujah. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. ശബ്ദമുയർത്തി വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. Listen to my words, Lord. Consider my lament. In the morning, Lord, you hear my voice. In the morning, I lay my request before you and wait expectantly. The arrogant cannot stand in your presence. You hate all who do wrong. But I, by your great love, can come into your house. In reverence, I bow down towards your holy temple. Not a word from their mouth can be trusted. Their heart is filled with malice. Their throat is an open grave. With their tongues they tell lies. But let all who take refuge in you be glad. Let them ever sing for joy. Spread your protection over them, that those who love your name may rejoice in you. Surely, Lord, you bless the righteous. You surround them with your favor as with a shield. Hallelujah. Bible താഴെ വെച്ചിട്ട് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah, hallelujah, hallelujah. കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിക്കാൻ വേണ്ടെങ്കിൽ hallelujah. കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിച്ചാട്ടെ. Hallelujah. അന്യഭാഷയിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് നമ്മുടെ മധ്യയിൽ ഉണ്ട്? Hallelujah. The Lord is here with us. Hallelujah. കർത്താവ് നമ്മോട് കൂടെ hallelujah സംസാരിക്കുകയാണ്. Hallelujah. God hallelujah is with us. I mean, is touching us. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah, hallelujah. We give you glory, Lord. Thank you, Lord Father, for this wonderful time that you gave us, Lord. Thank you for bringing us, Lord, on the second week of this last month of this year, Lord Father. Thank you for your faithfulness throughout, Lord Father, this year, Lord. Even as we are seated here, Lord Father, for a few more minutes, Lord, continue, Lord Father, to minister unto us, Lord Jesus. We pray and we ask everything, Lord, in the name of our Lord and Savior Jesus Christ. Amen, amen. എല്ലാവർക്കും സ്ഥാനത്തിരിക്കാം. Hallelujah. So glad and happy to be once again in your presence. Hallelujah. എല്ലാവരും hallelujah സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. Hallelujah. Amen. Thank you all. Hallelujah. We were able to worship the Lord in spirit and in truth. Hallelujah. And we will be glad. Hallelujah. The Lord has accepted our worship. Hallelujah. Heavens rejoice when we worship. Hallelujah. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് വരാം. Psalms number 5. Hallelujah. A Psalms that was written by David. Hallelujah. The first verse, hallelujah, first, second and the third, hallelujah, we see here it is a prayer of David. Hallelujah. 1, 2, 3 വാക്യങ്ങൾ hallelujah ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിട്ട് കാണിക്കുകയാണ്. hallelujah. ദാവീദ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? hallelujah. Listen to my words, Lord. Consider my lament. I mean, hear my cry for help, my King and my God, for to you I pray. hallelujah. മൂന്നാമത്തെ വാക്യം. In the morning, Lord, you hear my voice. In the morning, I lay my request before you and wait expectantly. Hallelujah. ഈ 3 വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിച്ചത് അതിരാവിലെയാണ്. ഹല്ലേലൂയ. അതിരാവിലെ എണ്ണീച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എത്ര പേര് രാവിലെ എണ്ണീച്ച് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്? അത് നിങ്ങളുടെ ലൈഫിൽ ഹല്ലേലൂയ അത് ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ അതിരാവിലെ തന്നെ എണ്ണീറ്റ് ഹല്ലേലൂയ അതിരാവിലെ ആ സ്തുതി പാട്ടുകളൊക്കെ പാടി ഹല്ലേലൂയ സ്തുതിക്കുമ്പോൾ എത്ര ഹല്ലേലൂയ ബ്ലെസ്സിങ്സ് ആയിരുന്നു. ഹല്ലേലൂയ. We think of all those days, hallelujah, when we, hallelujah, our parents praise the Lord in our morning. Today, in our generation, hallelujah, just like David says in verse 3, in the morning, Lord, you hear my voice. Hallelujah. രാവിലെ hallelujah ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശബ്ദം കർത്താവേ നീ കേൾക്കണമേ. Hallelujah. We see verse 1, 2 and 3. It is a prayer of David. Hallelujah. We see he's praying, hallelujah, in the morning time. Hallelujah. And afterwards we see, hallelujah, verse 4, 5 and 6. Hallelujah. David points out, hallelujah, 6 things, hallelujah, that God hates.
കർത്താവ് വെറുക്കുന്നതായ 6 കാര്യങ്ങൾ 4, 5, 6 എന്ന വാക്യങ്ങൾ ദാവീദ് എടുത്തു പറയുകയാണ്. ഒന്നെന്താണ്? For you are not a God who is pleased with wickedness. ഹല്ലേലൂയ. ദുഷ്ടന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നു ഇല്ല. ഹല്ലേലൂയ. ഒന്ന്. ഹല്ലേലൂയ. Then we see with you evil people are not welcome. Hallelujah. And third we see the arrogant cannot stand in your presence. Hallelujah. The arrogant cannot go into God's presence. Hallelujah. Then we see you hate. Hallelujah. You hate all those who do wrong. Hallelujah. ദൈവത്തിന് എതിരായിട്ട് ഹല്ലേലൂയ ആരൊക്കെ തീന്മ ചെയ്യുന്നു അവരെയൊക്കെ കർത്താവ് എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഹല്ലേലൂയ. ആറാമത്തത് you destroy those who tell lies. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് എതിരായിട്ട് കള്ളം പറയുന്നവരെ കർത്താവ് വെറുക്കുന്നു. ഹല്ലേലൂയ. The bloodthirsty and deceitful you, Lord, you detest. Hallelujah. Those who are, hallelujah, filled with evil, wanting to kill and steal, hallelujah, the work of Satan, God, hallelujah, displeased in all of them. Hallelujah. Vajanam 7 parayana, the comparison, hallelujah, for the child of God, it says, but I, by your great love, can come into your house. Hallelujah. But I, by your great love, കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭവനത്തിൽ എനിക്ക് വരുവാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് വെറുക്കുന്നവർ ആരൊക്കെയാണ്? ഹല്ലേലൂയ. Those who are, hallelujah, wicked, those who are evil, those who are arrogant, hallelujah, those who, do wrong, those who tell lies, those who are bloodthirsty and deceitful, these kind of people do not have a place in the house of the Lord. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ hallelujah, we need to come with a pure heart. Hallelujah. We need to come to God with holiness. Hallelujah. We need to be righteous when you come in the presence of the Lord. Hallelujah. David can confidently say, Lord, because hallelujah, I trust in you, because I keep you as my refuge. Hallelujah. But I, by your great love, not because I am a king, but by your grace and but your great love, hallelujah, I can come into your house. Hallelujah. How does David come into the house? ദേവാലയത്തിലേക്ക് ദാവീദ് എങ്ങനെയാണ് വരുന്നത്? In reverence I bow down, hallelujah, towards your holy temple. Hallelujah. ദൈവാലയത്തിലേക്ക് ഹല്ലേലൂയ ഭയത്തോടും ഭക്തിയോടും ഹല്ലേലൂയ ദാവീദ് ആരാധിക്കുന്നു. We see Daniel, prayed 3 times a day. He opened the window facing towards the temple. Hallelujah. Facing towards the Jerusalem. യെരുശലേം ദേവാലയത്തെ നോക്കി ദാനിയേൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചത് നോക്ക്. നമ്മൾ we see hallelujah in the same way David says, I can come, it is only by your great love. ഹല്ലേലൂയ. നമ്മൾക്ക് ദേവാലയത്തിലേക്ക് വരാനോ ഹല്ലേലൂയ ദൈവത്തിനെ ആരാധിപ്പാനോ ഹല്ലേലൂയ ഒരു യോഗ്യത ഇല്ലാത്ത സമയത്ത് ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹത്താൽ ഹല്ലേലൂയ because of that great love, because of that great favor and the grace, hallelujah, you and me are here in the house of the Lord. Hallelujah. God has given us the privilege to enter into his house, hallelujah, to worship. Hallelujah. രണ്ട് കാര്യം അതിരാവിലെ എണ്ണീറ്റ് ഹല്ലേലൂയ ദാവീദിന്റെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ പ്രയർ. ഹല്ലേലൂയ. രണ്ടാമത്തേത് ദാവീദിന്റെ ആരാധന. ഹല്ലേലൂയ. We need to pray, hallelujah, in our personal space. Hallelujah. We need to worship the Lord in public. Hallelujah. നമ്മൾ കർത്താവിനെ ഹല്ലേലൂയ മുറിക്കകത്തിരുന്ന് ഹല്ലേലൂയ ആരും കാണാതെ നമ്മൾ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നമ്മൾ ശക്തീകരിക്കണം. ഹല്ലേലൂയ. ആ ശക്തിയിൽ നമ്മൾ വെളിയിൽ വന്ന് കർത്താവിനെ നമ്മൾ സാക്ഷീകരിക്കണം. ഹല്ലേലൂയ. David witnessed the love of God. He says, I will worship the Lord in his temple. ഞാൻ ദേവാലയത്തിൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. ഞാൻ അതിരാവിലെ എണ്ണീറ്റ് ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. Hallelujah. When you pray in secret, hallelujah, God will do things for you in secret. Hallelujah. കർത്താവ് സീക്രട്ട് ആയിട്ട് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകൾ ഹല്ലേലൂയ നിനക്ക് പോലും അറിയാതെ കർത്താവ് പിന്നീട് ചെയ്യും. Hallelujah. And God will make it a great witness, hallelujah, so that you can come to church, testify and worship the Lord in public. Hallelujah. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. Hallelujah. സഭയിൽ വന്ന് ആരാധിച്ചാട്ടെ. Hallelujah. I was glad when they said, let us go into the house of the Lord. Hallelujah. We need to be happy. We need to rejoice and we are glad when we come into the house of the Lord. Hallelujah. And verse 8, hallelujah, says, hallelujah, it is a plead or a request of David. ദാവീദിന്റെ ഒരു അപേക്ഷയാണ് 8ാമത്തെ വാക്യം. Lead me, Lord, in your righteousness because of my enemies. Make your way straight before me. എൻ്റെ വഴിയെ കർത്താവേ നീ എനിക്ക് നേരായിട്ട് കാണിക്കണം. Hallelujah. Lord, lead me, Lord, in your righteousness. Hallelujah. എത്ര പേർക്ക് ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവേ നിന്റെ നീതിയിൽ എന്നെ നയിക്കണേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ നീതിയിലല്ല, ഹല്ലേലൂയ, എൻ്റെ പ്ലാൻസിലല്ല കർത്താവേ, എൻ്റെ എബിലിറ്റിയിലല്ല, അങ്ങയുടെ നീതിയിൽ എന്നെ
നയിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നീതിയിൽ നയിക്കുമ്പോൾ നമ്മളെ ഹല്ലേലൂയ ഒന്ന് ഡിസിപ്ലിൻ ചെയ്തേക്കാം. ഹല്ലേലൂയ. He might twist us. Hallelujah. He might put us into troubles and plays. Hallelujah. Because you know why? He wants us to become righteous. Hallelujah. He wants us to become upright. Hallelujah. As we read in Hebrews. Hallelujah. God disciplines his own children. Hallelujah. മക്കളെ കർത്താവ് ഹല്ലേലൂയ ബാലശിക്ഷണ നൽകുന്നു. I mean, God disciplines so that we might become righteous, so that we might become upright. Hallelujah. And pray like David, lead me, Lord, in your righteousness. Hallelujah. Verse 9 and 10. Hallelujah. It is something that David speaks, hallelujah, about his enemies. Not a word from their mouth can be trusted. Their heart is filled with malice. Their throat is an open grave. With their tongues they tell lies. I mean, these are the people, or the kind of people that we are living around. Hallelujah. Banish them with their many sins, for they have rebelled against you. Hallelujah. It speaks clearly about the people who stand against the Lord. I mean, people who are standing against the gospel, people who stand against the love of God. Hallelujah. David says, hallelujah, you take care of them, Lord. You destroy them. Hallelujah. When you pray, hallelujah, early morning in secret, and when you come to the Lord and worship in the house of the temple, hallelujah, David concludes with the great blessings, hallelujah, in verse 11 and 12. Hallelujah. എന്താണ് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ അതിരാവിലെ എണ്ണേറ്റ് പ്രാർത്ഥിക്കുന്നവന്റെയും ഹല്ലേലൂയ ദൈവ ആലയത്തിലേക്ക് വന്ന് ആരാധിക്കുന്നവന്റെയും അനുഗ്രഹം എന്താണെന്നാൽ ഹല്ലേലൂയ 11-12 ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. We read, but let all who take refuge in you be glad. Let them ever sing for joy. Hallelujah. കർത്താവിൽ ആശ്രയിച്ചാൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ സന്തോഷമായിട്ട് മാറ്റും. ഹല്ലേലൂയ. We will have a song to sing. Hallelujah. Spread your protection over them, that those who love your name may rejoice in you. Hallelujah. How many of you love the name of Jesus? Hallelujah. കർത്താവിന്റെ നാമത്തെ എത്ര പേര് സ്നേഹിക്കുന്നു? Hallelujah. കർത്താവിനെ എത്ര പേര് സ്നേഹിക്കുന്നു? Hallelujah. കർത്താവിന്റെ നാമത്തിൽ എത്ര പേര് Hallelujah കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു? Hallelujah. Those who love your name, Hallelujah, those who love the name of the Lord Jesus, hallelujah, they will be able to rejoice, hallelujah, even while storms come in their life. Hallelujah. They will be able to be glad and rejoice even if troubles hit them so strong. Hallelujah. Because hallelujah, God has protected them with a great shield. Hallelujah. Verse 12 we see, surely Lord, you bless the righteous, you surround them with your favor as with a shield. Hallelujah. എന്താണ് പറയുന്നത്? Surely Lord, you bless the righteous. നീതിമാനെ കർത്താവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അനുഗ്രഹം? ഹല്ലേലൂയ. You surround them with your favor. ഹല്ലേലൂയ. കർത്താവിന്റെ ദയ അല്ലേ? ഹല്ലേലൂയ. God's favor. How many of you have felt the favor of God in your life? Hallelujah. How many of you are going through the favor of God? Hallelujah. And if nothing is happening to you, I pray for you that you will experience the favor of God in the coming days. Hallelujah. God says, hallelujah, surely you will bless the righteous. നീതിമാനെ നീ അനുഗ്രഹിക്കുന്നു. Because you surround them with your favor as with a shield. ഹല്ലേലൂയ. കർത്താവിന്റെ ദയ ഹല്ലേലൂയ നമ്മൾക്ക് ചുറ്റും പരിചയമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു ശത്രുവിന്റെ ബാധയും ഹല്ലേലൂയ ഒരു പ്രശ്നവും നിന്നെ തൊടാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ ദയ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഇന്നും എന്നേക്കും കർത്താവിന്റെ ദയ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. Dear church, dear people of God, let us be encouraged, hallelujah, to get up early in the morning and pray. Hallelujah. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് അതൊരു അനുഗ്രഹമാണ്. Hallelujah. We don't have to go to anywhere. I mean, let us take the example of Jesus. Hallelujah. ക്രിസ്തുവിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. Hallelujah. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Hallelujah. He used to go away, hallelujah, quietly, alone, hallelujah, and pray, hallelujah, throughout the night, asking God for the strength. Hallelujah. Let us take, hallelujah, be encouraged, amen, that we pray unto the Lord in our personal life, and let us be encouraged that we come into the house of the Lord. Hallelujah. That God will make us righteous so that we can worship the Lord in truth and in spirit. Hallelujah. In our prathikunu, amen, in this week, hallelujah, in this month, hallelujah, God's favor is going to touch each one of us. Hallelujah. കർത്താവിന്റെ ദയ, കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, കർത്താവിന്റെ വലിയ കാര്യങ്ങൾ ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 7ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, but I, Lord, by your great love, hallelujah, I come into your house. Hallelujah. Can we close our eyes in a word of prayer and say, Lord Father, with your great love, Lord Jesus, I will pray in your presence, Lord. With your great love, Lord Jesus, I will come into your house. Hallelujah. ഞാൻ നിന്റെ ഹല്ലേലൂയ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ് കർത്താവേ. ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, if any one of you have gone away from the house of God, from the love of God,
Amen. From the Holy Spirit. Hallelujah. I just want to remind you, hallelujah, there is time that you can come back into His presence. Hallelujah. ദാവീദ് പറഞ്ഞു, hallelujah, with great love, കർത്താവിൻ്റെ ആ നിത്യസ്നേഹത്താൽ കർത്താവേ അങ്ങയുടെ ഭവനത്തിൽ ഞാൻ, hallelujah, കയറി വരും. Lord Father, we pray, Lord Jesus, together, helping us, Lord Father, to pray, helping us to worship in your house. Lord Father, surely as the righteous lives, Lord Father, help us, Lord Father, to find your favor, and let your favor protect us, Lord Jesus, throughout these days. Father, protect our family, our children, Lord Father, our relatives, our parents back in India and in any place of the world, Lord Father. Continue, Lord Father, to be with us and speak to us and strengthen us, Lord Father, in these times, Lord. I give you all glory, Lord. In the name of the Lord Jesus, I pray. Amen, amen, amen.
தந்து தேற்றினீரே. சோர்ந்து போன நேரமெல்லாம் தூக்கி என்னை சுமந்து வாக்கு தந்து தேற்றினீரே. நன்றி நன்றி ஐயா, கோடி கோடி நன்றி ஐயா. நன்றி நன்றி ஐயா, கோடி கோடி நன்றி ஐயா. மறவாமல் நினைத்தீரையா, மனதார நன்றி சொல்வேன். மறவாமல் நினைத்தீரையா, மனதார நன்றி சொல்வேன். இரவும் பகலும் என்னை நினைத்து இதுவரை நடத்தினீரே. இரவும் பகலும் என்னை நினைத்து இதுவரை நடத்தினீரே. நன்றி நன்றி ஐயா, கோடி கோடி நன்றி ஐயா. நன்றி நன்றி ஐயா, கோடி കോടി നന്ദി അയ്യാ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിൽ പറയപ്പെട്ട എല്ലാ സാക്ഷ്യവാചകളെ ഓർത്തുകൊണ്ട് ഇന്ന് പലകാലം കർത്താവിന് നന്ദി പറയാം. നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ ചെറുതും എല്ലാ വിഷയങ്ങളിൽ കർത്താവ് വലിയ ചെയ്ത് നമ്മെ ജയത്തോടെ ഈ പട്ടണത്തിൽ പരിപാലിച്ച കർത്താവിന് നന്ദി പറയാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായി ഈ പകൽ വേളയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ ഹല്ലേലൂയ ആരാധിപ്പാൻ ഇന്ന് പകലിൽ കർത്താവ് ഈ പട്ടണത്തിൽ ഞങ്ങൾക്കൊരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിന്റെ എല്ലാ കരുണയ്ക്കായി കൃപയ്ക്കായി സ്തോത്ര കർത്താവെ. അനേകര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവെ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കർത്താവിലെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ പട്ടണത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ന് പലകാലം ഞങ്ങളെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നുവെങ്കിലും കർത്താവ് വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ. ഞങ്ങളുടെ മേൽ കരുണ തോന്നിയല്ലോ, ഞങ്ങളോട് കൃപ തോന്നി ഞങ്ങളെ ജയാലുവാക്കി കർത്താവെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് പലകാലം ഞങ്ങൾ ഈ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപയാൽ 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 കർത്താവെ ഈ രാജ്യത്തേക്ക് കടന്നത്തിന് കർത്താവെ പഠനത്തിനും ജോലിക്കും കുടുംബമായി ഒക്കെ ആയിരിക്കാൻ വിസിലും ഒക്കെ കടന്നു വരുവാൻ ദൈവം അനുവദിച്ചതിനായി സ്തോത്രം. ഈ രാജ്യത്ത് കടന്നു വന്ന് ഈ രാജ്യത്ത് ജോലി ചെയ്യുവാൻ പഠനത്തിലൊക്കെ ആയിരിക്കാൻ കർത്താവെ രാജ്യത്തിലെ നന്മയിലുവാൻ ഞങ്ങളെല്ലാം കർത്താവെ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ രാജ്യത്ത് ഞങ്ങൾ പാർക്കുമ്പോൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ പ്രവർത്തിപ്പാൻ കർത്താവെ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചയായി ഞങ്ങളുടെ സഭയായി കർത്താവെ ഉപവാസത്തോട് പ്രാർത്ഥനയോടുമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തില്ല കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സൗരസുമാരൊക്കെ ഉപവസിപ്പാൻ പ്രാർത്ഥിപ്പാൻ കൂട്ടായ്മകളൊക്കെ പങ്കെടുക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമായ മീറ്റിംഗുകൾ കർത്താവ് തന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതൃരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിന്റെ മഹാരാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനവധി സ്റ്റേറ്റുകൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു പോകുന്നല്ലോ. അനവധി ദൈവദാസന്മാർ ദൈവസഭകൾ പീഡിക്കപ്പെടുന്നല്ലോ കർത്താവെ. അതിന് മൊത്തത്തിൽ കർത്താവ് നീക്കുമ്പോൾ കൊടുത്താവ് സഹായിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹാല മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ സൗസുമാരെ ദൈവദാസന്മാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രിയ കർത്താവെ, റജിയും ഷീജയും കുഞ്ഞുങ്ങളുമായി നാട്ടിൽ പിതാവിന്റെ ഭരണോളപത്തിൽ കടന്നുപോയി കർത്താവെ. വേർപാട് ദുഃഖമുണ്ട് എങ്കിലും കർത്താവെ ഞങ്ങളുടെ വചനത്താൽ അവരെ ആശ്വസിപ്പിച്ച് ഇത്രത്തോളം ഹാല സമാധാനത്തോടെ സ്വസ്ഥയോടെ കർത്താവെ പരിപാലിച്ചതിനായി സ്തോത്രം. അവരുടെ യാത്രകൾ ശുശ്രൂഷ എല്ലാം കർത്താവ് സഹായിച്ച് തുടർന്നും മടങ്ങി വരും കർത്താവ് കൃപ ചെയ്ത് തുടർന്നും അവിടുന്ന് സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ച കർത്താവെ പ്രിയ ടീനെ മൃഗയൊക്കെ നാട്ടിലേക്ക് കടന്നുപോയി സ്വരമായ യാത്ര കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. ചില ആഴ്ചകൾ അവിടെ ആയിരിക്കും കർത്താവ് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ പല പ്രിയപ്പെട്ടവർക്ക് ജോലിയില്ലാതെ ഭാരപ്പെട്ടു. പല സ്റ്റുഡൻസിനും കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ കർത്താവ് തുറന്ന വഴികൾക്കായി സ്തോത്രം. മായക്കായി സ്തോത്രം, ജോബിനായി സ്തോത്രം, ബിനിക്കായി സ്തോത്രം, ഞങ്ങളുടെ സഹോദരി കർത്താവ് ജെയിംസിനായി സ്തോത്രം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവെ ഹബീനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ യഹോവ വല്ലഭനും നേരുള്ളവനും ആകയാൽ സ്തോത്രം കർത്താവെ. ഇന്ന് പകൽക്കാലം കർത്താവെ ഹല്ലേലൂയ പ്രിയ കർത്താവെ ഫേബയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങൾ ആത്മാവിന്റെ ശക്തി ആ പൈതൽ മേൽ വ്യാപരിപ്പാൻ കർത്താവെ കന്നിഭാഷയിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കായി യുവാക്കൾക്കായി യുവതികൾക്കായി സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ കര കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മകൾ വ്യാപരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കൂടിവരവുകൾ കടന്നു വന്ന എല്ലാവരുടെ മേലും അങ്ങടെ എത്തുന്ന ശക്തി വ്യാപരിക്കണമേ. അന്യഭാഷകളിൽ കർത്താവെ ഞാൻ സകലയിടത്തിനും മേലും വേണ്ടി ആത്മാവിന്റെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നു. നിങ്ങളുടെ വചനവും വാക്തത്വമാകാൻ
ദിവസമാകയാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ സഹോദരന്മാരുടെ, ഞങ്ങളുടെ ദാസന്മാരുടെ പുതിയ കൃപാവരങ്ങൾ കർത്താവ് പകർന്ന് അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പ്രിയ നൈസിനായി സ്തോത്രം. ആയത്തിലുള്ള വർഷങ്ങളുടെ പിന്നുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വീണ്ടും അവിടുന്ന് കുടുംബമായി അവരെ സഹായിക്കണമേ. പ്രിയ സാംസോളയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആയത്തിലുള്ള വർഷങ്ങളുടെ പിന്നുവാൻ കൃപ ചെയ്തല്ലോ. വീണ്ടും കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവെ കൃപ ചെയ്യണമേ. പ്രിയ ജാസ്മിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹീതമായി കുടുംബജീവിതം കൊടുത്ത് പ്രിയ മാത്യൂസ് കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ ദേശത്ത് ഈ പട്ടണത്തിലായിരിക്കുമ്പോൾ കർത്താവെ അനുഗ്രഹമായ വഴികൾ വാതിലുകൾ തുറന്നു അവിടുന്ന് സഹായിക്കണമേ. ഞാൻ അറിയാത്ത വാഴ്ചയിലൂടെ കർത്താവ് ഇതിന്റെ മകന് വേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞ നാളിൽ നടത്തിയ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പ്രിയ റൊണാൾഡിനായി സ്തോത്രം. കർത്താവെ, പ്രിയ ആശയ്ക്കായി സ്തോത്രം. കർത്താവരെ സഹായിച്ചു. ആശയ്ക്ക് തക്ക സമയത്ത് അനുഗ്രഹപ്പെട്ട വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം. അവരെ കർത്താവ് പേരൻസിന് വിസയുടെ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അടുത്ത ബുധനാഴ്ച അവർ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നതിൽ കർത്താവെ യാത്രയുടെ കർത്താവ് സഹായിക്കണമേ. തക്ക സമയത്ത് ഞങ്ങളുടെ പതിവുകളിൽ സൂര്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, കെസിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ജാസ്മിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ ക്ഷണനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരത്തിൽ ബലഹീനരായ ഞങ്ങളുടെ സഹോദരിമാരെ അങ്ങനെ അത്യന്ത ശക്തിയാൽ കർത്താവെ ഹല്ലേലൂയ ബലപ്പെടുത്തണമേ. തക്ക സമയം അനുഗ്രഹപ്പെട്ട വിടുതൽ കൊടുക്കണമേ കർത്താവെ. വിവാഹത്തിന്റെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടല്ലോ, കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവെ. ഹാലൽ വിസയുടെ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല ജോലികൾക്കായി പ്രാർത്ഥിക്കുന്നു, ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, വാഹനങ്ങൾക്കായി ലൈസൻസിനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളെ കർത്താവെ പ്രിയ ഡന്ന നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ കർത്താവ് സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. പ്രിയ സിജോയ്ക്കായി ദിസിക്കായി സ്തോത്രം. കർത്താവ് കുടുംബമായി അവരെ സഹായിക്കണമേ കർത്താവെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ICP ക്യാമ്പിനായി സ്തോത്രം, ടാലന്റ് കോമ്പറ്റീഷനായി സ്തോത്രം, ഞങ്ങളുടെ യൂത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം കർത്താവ് സഹായിക്കണമേ. പ്രിയ ടിൻഷിക്കായി, ഷിബുനായി കർത്താവെ, പൈതലായി പ്രാർത്ഥിക്കുന്ന കുടുംബമായി പട്ടണത്തിലായിരിക്കാൻ ദൈവം അവിടുന്ന് വഴികൾ വാതികൾ തുറന്നതിനായി സ്തോത്രം. അസാധ്യമെന്ന് കരുതിയ സ്ഥാനത്ത് കർത്താവെ അങ്ങയുടെ കരം ഇന്ന് പോലെ കാലം നീട്ടിയ കുടുംബത്തെ അവിടുന്ന് സഹായിക്കണമേ. ക്ഷണനായി ആശിഷിനായി സ്തോത്രം. കർത്താവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ. അവരെല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കണമേ. ആത്മീയമായ ഭൗതികമായ കർത്താവെ ഹാലൽ ശരീരമായി ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ എഡിലിനായി, ജോഫ്രിക്കലായി കർത്താവെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പോലെ കാലം കുടുംബമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് പകല് പ്രിയ സഹോദരയുടെ വിഷയത്തെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് അസാധ്യമാണ്, എന്നാൽ അങ്ങക്ക് സാധ്യമാണ് കർത്താവെ. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അങ്ങയുടെ വചനവും വാക്തത്വമാകയാൽ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മകളുടെ കർത്താവെ പ്രതിസന്ധികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചതിന്മേൽ ജയം കൽപ്പിക്കുന്ന കർത്താവെ. ഈ ചൊവ്വാഴ്ച കർത്താവെ വലിയൊരു ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഈ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളെ മുഴുകുമല്ല കർത്താവെ. വലിയൊരു ജയഘോഷത്തിന്റെ ഹാലലി അവസരം ഭവനത്തിൽ കർത്താവെ, ജോലിയിൽ, ഭാവിയിൽ കാണുവാൻ കർത്താവ് കൃപ ചെയ്യണമേ കർത്താവെ. ചില പ്രതിസന്ധികളുടെ ശാരീരിക ക്ലേശങ്ങളിലൂടെ കുടുംബത്തിൽ ഭാരമനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ, നീ അവരോട് മനസ്സലിയണമേ. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണല്ലോ, അസാധ്യങ്ങളെ സാധ്യമാക്കണമേ. ഞാൻ സകലയിടത്തിന് യഹോവയായ ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അങ്ങയ്ക്ക് സകലതും സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ചില നാളുകൾ ശേഷം ഇതുപോലെ കാലം ആരാധന സംബന്ധിക്കുന്ന പ്രിയ സന്തോഷനായി, ആൻസിക്കായി, ഏഞ്ചലിനായി, ഫ്രെഡിക്കായി സ്തോത്ര കർത്താവെ. ബിനുവിനായി കർത്താവ്, സിൽവിക്കായി, മെൽവിനായി സ്തോത്ര കർത്താവ് സഹായിക്കണമേ. പ്രിയ കർത്താവെ, ഹജിക്കായി, ഹംസിക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നുപോലെ കാലം ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത മാതാക്കൾക്കായി, സൗരസുമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഹാറ്റ്ഫീൽഡിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വെമ്പിളിയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ വാറ്റ്ഫോർഡിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ കുടികൾ വളരെ അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്തല്ലോ. ഈ വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്ന തുറന്ന് ശുശ്രൂഷകളെ അവിടെ സഹായിക്കണമേ. ഇന്നുപോലെ കാലത്തെ ആരാധനയെ കടന്നു വരാൻ കഴിയാതെ ജോലിയിലായി ഞങ്ങളുടെ ചില സഹോദരങ്ങളുണ്ടല്ലോ കർത്താവർക്ക് വഴികൾ വാതിൽ തുറക്കണമേ. ശാരീരിക ക്ലേശങ്ങളെ രോഗത്തിലോ ആരെങ്കിലും ആയിരിക്കുന്ന കർത്താവ് ആശ്വാസം കൊടുക്കണമേ. ഈ പട്ടണത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന ഞങ്ങളുടെ നാമത്തിൽ മഹത്വത്തിനായി തീരുവാൻ കൃപ ചെയ്യണമേ. ഈ രാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം സൗകര്യങ്ങൾ കർത്താവ് ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് ഈ സ്കൂൾ അധികാരികൾ തന്നതിനായി സ്തോത്രം വീണ്ടും സഹായിക്കണമേ. ഇന്നുപോലെ കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവെ, ലഭിച്ച ഭൗതിക നന്മയിൽ നിന്ന് കർത്താവെ ഈ പട്ടണത്തിലെ പ്രവർത്തനത്തിന് സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി, വ്യാപ്തിക്ക് വേണ്ടി കർത്താവെ കരങ്ങളെ നീട്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, സൗസുമാർക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത ദൈവം, ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളെ താങ്ങിയ ദൈവം കർത്താവെ. കരങ്ങളെ നീട്ടി എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ദാസന്മാരെ, കുഞ്ഞുങ്ങളെ, സൗസുമാരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. 30, 60, 100 പേടിയായി വർദ്ധിപ്പിച്ച് ഭൗതികമായ ഞെരുക്കങ്ങൾ, കടഭാരങ്ങളായിരിക്കും കടമിൽ കഴിയാതെ പോയെങ്കിൽ ദൈവം അവർക്ക് വിശാലത കൊടുക്കണമേ. കടഭാരങ്ങൾ, ഞെരുക്കങ്ങളായിരിക്കും കർത്താവ് വിശാലത കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ചയുടെ ദിവസത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. വീണ്ടും ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടുതൽ സഹായിക്കണം. പ്രാർത്ഥന യാതിൽ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരും പിന്നെ നാട്ട സ്തോത്രം. അനുഗ്രഹീതമായി പകലിൽ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. അതിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ദൈവസ്ഥല വാസ്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, സഹോദരന്മാരെല്ലാം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥന കുടിവരൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെതായ ഭവനങ്ങൾ, മീറ്റിങ്ങുകൾ എല്ലാം വളരെ അനുഗ്രഹമായി കരുതുവാൻ കർത്താവ് കൃപ ചെയ്തു. അനുഗ്രഹീതമായി ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്നുള്ള നാളുകളിൽ കർത്താവ് എത്ര നാൾ നമ്മളെ ഈ പട്ടണത്തിലാക്കുന്നോ, നമ്മളെ
നമ്മളെ ആക്കിയിരിക്കുന്നതിന്റെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ചൊവ്വാഴ്ച ഹാറ്റ്ഫീൽഡിൽ നമ്മുടെ ഹാറ്റ്ഫീൽഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അവിടെയുള്ള ഹല്ലേലൂയ മീറ്റിംഗ് ചൊവ്വാഴ്ച വൈകിട്ട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് അവിടെ ഹല്ലേലൂയ ക്രിസ്മസ് സമയമാണല്ലോ, കർത്താവിനെ പറ്റി പറയുവാൻ ഹല്ലേലൂയ സാവകാശം ലഭിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച ഹാറ്റ്ഫീൽഡിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് കൂടുന്നതാണ്. അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച നടക്കുന്ന ക്യാമ്പസ് മീറ്റിംഗിൽ എല്ലാ ഹല്ലേലൂയ സഹോദരിമാരെ കുഞ്ഞുങ്ങളും നിങ്ങൾ ദയവായി പോവുകയും പങ്കെടുക്കുകയും ആ മീറ്റിംഗിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം അതിനായിട്ട് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. അതുപോലെ ടാലന്റ് കോമ്പറ്റീഷൻകാരൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ ഈ ഹോള് നമുക്ക് ടാലന്റ് കോമ്പറ്റീഷന് വേണ്ടി സാറ്റർഡേയിൽ ജാനുവരി 10 ബുക്കിംഗ് തരുവാൻ കർത്താവ് കൃപ ചെയ്തു. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ടാലന്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണം. അതുകൊണ്ട് ദയവായി നിങ്ങൾ അതിനുവേണ്ടി സഹകരിക്കണം. ഈ ആഴ്ചയുടെ മറ്റ് മീറ്റിങ്ങുകൾ ഹല്ലേലൂയ എല്ലാം സാധാരണ പോലെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, വർഷത്തിന്റെ അവസാനത്തിൽ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടല്ലോ ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് എല്ലാം അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്നും കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ കാലം കർത്താവിന്റെ മേശയിൽ ഹല്ലേലൂയ ഭാഗമാക്കാകണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ 1-2 പാടി കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അതിനുശേഷമായിട്ട് സംഭാഷണം മുമ്പോട്ട് കടന്നു വന്ന് യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായം വായിക്കുന്നതായിരിക്കും. സ്തോത്രം. ഒരു പാട്ടിന്റെ 1-2 വരികൾ പാടുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനായി, ദൈവത്തിന്റെ പ്രസാദത്തിനായി, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മഹത്വം ഇന്നുപോലെ കാലം നമ്മുടെ മേൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതിനായി പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പാട്ടിന്റെ വരികൾ പാടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ, കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ, കാൽവരിയിലേശു താൻ സ്വന്ത രക്തം ചിന്തിനിൻ, കാൽവരിയിലേശു താൻ സ്വന്ത രക്തം ചിന്തിനിൻ, പാപത്തെ ശാപത്തെ പോക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ പോക്കി തന്റെ രക്തത്താൽ, ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, കാൽവരി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ, കാൽവരി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക. Hallelujah, hallelujah, hallelujah. Isaiah എഴുതിയ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 53-ാമത്തെ ചാപ്റ്റർ, ഹല്ലേലൂയ, Isaiah chapter 53. Who has believed our message, and to whom has the arm of the Lord has been revealed? He grew up before him like a tender shoot and like a root out of dry ground. He had no beauty or majesty to attract us to him, nothing in his appearance that we should desire him. He was despised and rejected by mankind, a man of suffering and familiar with pain, like one from people hide their faces. He was despised and he was held him in low esteem. Surely he took up our pain and bore our suffering.
Yet we consider him punished by God, stricken by him and afflicted. But he was pierced for our transgression, he was crushed for our iniquities. The punishment that brought us peace was on him, and by his wounds we are healed. We all like sheep have gone astray, each of us has turned to our own way, and to the Lord has laid on him the iniquity of us all. He was oppressed and afflicted, yet he did not open his mouth. He was led like a lamb to the slaughter, and as a sheep before its shearers is silent, so he did not open his mouth. By oppression and judgment he was taken away. Yet who of his generation protested? For he was cut off from the land of the living. For the transgression of my people he was punished. He was assigned a grave with the wicked and with the rich in his death, though he had done no violence, nor was any deceit in his mouth. Yet it was the Lord's will to crush him and cause him to suffer. And though the Lord makes his life an offering for sin, he will see his offspring and prolong his days. And the will of the Lord will prosper in his hand. After he has suffered, he will see the light of life and be satisfied by his knowledge. My righteous servant will justify many, and he will bear their iniquities. Therefore, I will give him a portion among the great, and he will divide his spoils with the strong, because he poured out his life unto death, and was numbered with the transgressors. For he bore the sin of many, and made intercession for the transgressors. Amen. Amen. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശമരണത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള പ്രവചന ഭാഗമാണ് ഞാൻ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോലെക്കാലം നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ഈ പട്ടണത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ ക്രൂശമരണത്തോട് അടുത്ത് വരുവാൻ, കർത്താവിൻ്റെ ഹല്ലേലൂയ ക്രൂശമരണത്തെ പറ്റി ഓർക്കുവാൻ, നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ പുതുക്കുവാൻ ഇന്ന് പകൽവേളയിൽ ഈ വർഷത്തിലെ അവസാന ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. അപ്പം നുറുക്കലെന്നും കർത്താവിൻ്റെ മേശയെന്നും കർത്താവിൻ്റെ അത്താഴമെന്നും വിവിധമാകുന്ന 3 പേരുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഈ ശുശ്രൂഷയെ പറ്റി കാണുവാൻ, വായിക്കുവാൻ കഴിയുന്നു. ഇത് ഇന്ന് പോലെ കാലം ഈ ശുശ്രൂഷ നമ്മെ വിളിച്ചറിയിക്കുന്നത് ഞാനും നിങ്ങളുമായുള്ള ഹല്ലേലൂയ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. വിശുദ്ധന്മാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയെ പറ്റിയാണ് ഇതുപോലെ കാലം ഈ കർത്താവിൻ്റെ മേശ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി കുലക്കളത്തിൽ 3 നാളുകൾ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോകുക. ആ കർത്താവിനെ കുറിച്ചുള്ള ആ ഓർമ്മ, ആ ക്രൂശ് മരണത്തെ പറ്റിയുള്ള ഓർമ്മ ഇന്നുപോലെ കാലം നമുക്കൊന്നുകൂടെ പുതുക്കുവാൻ, കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ഇന്നുപോലെ കാലം ഈ ശുശ്രൂഷ നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്തിൽ ജനിക്കുവാനും 33 വയസ്സ് വരെ ഈ ഹല്ലേലൂയ ലോകത്ത് ജീവിക്കുവാനും തൻ്റെ പ്രവചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എൻ്റെ ഹല്ലേലൂയ ശരീരം നിങ്ങൾക്കായി ഞാൻ തകർക്കപ്പെടുന്നു, എൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഊറ്റി സകല പാപത്തിന് പരിഹാരമായി തന്നിരിക്കുന്നു. ആ കർത്താവ് ഹല്ലേലൂയ ക്രൂശ് മരണമേറ്റത് എൻ്റെ നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ്. ഇതുപോലെ കാലം ആ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹല്ലേലൂയ ക്രൂശ് മരണം എൻ്റെ നിങ്ങളുടെയും പാപത്തിൻ്റെ മോചനമായി തീരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പാപത്തിൽ ഹല്ലേലൂയ ജനിച്ച എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രം പാപമില്ലാത്ത കർത്താവ് ഹല്ലേലൂയ ക്രൂശിന്റെ മരണത്തിൽ വീഴുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ വീണ്ടെടുത്തു. ആ മഹാസ്നേഹത്തെ ഓർത്ത് ഇതുപോലെ കാലം കർത്താവിന് നന്ദി പറയാം. അവൻ ഹല്ലേലൂയ സ്തോത്രം പോയതുപോലെ മടങ്ങി വരുന്ന കർത്താവിൻ്റെ പ്രാമിസാണ്, കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കണം, ഞാൻ പിന്നെയും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും നമ്മെ ചേർക്കുവാൻ കടന്നു വരുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കും. നമുക്ക് കർത്താവിനോട് കൂടെ ചേരുവാനുള്ള നല്ല ആസ്വദനത്തിനായി നാം വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നല്ലോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിക്കുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനൊപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് തുടക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന് മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല.
വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിലാക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയിട്ട് അവിടെയുള്ള വിശ്വാസികളുടെ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രമായ യോഗ്യമായി അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്രം നിന്ന് കുടിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ശരീരത്തെ ദൈവസന്നിധിയിൽ ഇന്ന് കാലം വിവേചിപ്പാൻ കർത്താവ് നമ്മെ കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നുവല്ലോ. ഇതുപോലെ കാല കർത്താവിന്റെ ശരീരം സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരമായി കാൽവരി കുളക്കത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ നിങ്ങളെയും ആരും സ്നേഹിക്കാതില്ലാതിരുന്നപ്പോൾ, മാതാവും പിതാവും സഹോദരങ്ങളൊന്നും സ്നേഹിക്കുവാനോ കരുതുവാനോ ആരും നമ്മുടെ അടുത്തില്ലാതിരുന്നപ്പോൾ, എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി കർത്താവ് എന്നെ ഹല്ലേലൂയ തന്റെ മക്കളായി തീരുവാൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അവകാശം തന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും നാവ് കൊണ്ട് ഏറ്റുപറയുവാനും സ്വന്തം രക്ഷമായി സ്വീകരിപ്പാൻ, കർത്താവ് രക്ഷിതാമായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം പ്രാപിപ്പാൻ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് നമ്മെ കൃപയല്ലോ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ കർത്താവിന്റെ ജലത്തിൽ സാക്ഷ്യമാകണമെന്ന് ദൈവത്തിന്റെ വചനമാണല്ലോ. പുതിയ നിയമവിശ്വാസികൾ കൊടുക്കുന്ന രണ്ട് പ്രത്യേക ശുശ്രൂഷകളാണ്. ഒന്ന് സ്നാനവും, രണ്ട് തിരുവത്താഴ് ശുശ്രൂഷയും. അതുകൊണ്ട് യേശു കർത്താവ് ഹല്ലേലൂയ ഈ ലോകത്തിൽ പരിശുദ്ധ കടന്നു വന്നപ്പോൾ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനാൽ ഹല്ലേലൂയ സ്നാനമേറ്റു. ഹല്ലേലൂയ, യോർദാനിൽ നിന്ന് സ്നാനത്തിൽ അവിടെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ വലിയ അപാര ശക്തി യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി യേശുവിന് മേൽ വ്യാപരിച്ചതുപോലെ ഇന്ന് പകലിൽ ശുശ്രൂഷയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് കാലം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ അവരായിരിക്കുന്ന സഭകളിൽ കൂടിവരകളിൽ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്ന് കാലം ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാനുള്ള അവകാശങ്ങളുണ്ട്. ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് ഭാരമോ പ്രയാസത്തോ ആലല് മനുഷ്യരോടോ ദൈവത്തോടോ ആലെ കുറ്റമില്ലാത്ത മനസ്സാക്ഷികളായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഇന്ന് കാലം ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് വീണ്ടും ഓർപ്പിക്കുകയാണ്, നിങ്ങൾ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ കുറവുകളെയും ബലഹീനതയും കർത്താവ് ക്ഷമിപ്പാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ, കർത്താവായ യേശുവിന്റെ രക്തം സകലവും പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സകല കുറവുകളും ബലഹീനതയും കർത്താവ് പരിഹരിപ്പാൻ കർത്താവ് ശക്തനാണ്. ഇന്ന് കാലം ഈ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ സഹോദരിമാർ ദയവായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പാട്ടിന്റെ 1-2 വരികൾ പാടുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ വാക്കില്, പ്രവൃത്തിയില്, എൻ്റെ കൊടുക്കവാകല്, എൻ്റെ ചിന്തയിൽ കർത്താവെ ഞാൻ ആയിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവെ അങ്ങക്ക് ദോഷമായി അങ്ങയുടെ നാമത്തിന് ഹീനമായി പലതും പ്രവർത്തിപ്പാൻ കർത്താവെ ഇട വന്നിട്ടുണ്ട് എങ്കിൽ കർത്താവ് മനഃപൂർവ്വമായി ഇന്ന് പൽക്കാലം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവെ, ഹാബേലിന്റെ രക്തപൂർണ്ണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം ഇന്ന് പൽക്കാലം നമ്മുടെ മേൽ ഹല്ലേലൂയ പകർന്ന് കർത്താവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുപ്പാൻ ദൈവം ശക്തനാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട പാറമേൽ വീട് വരുന്ന ബുദ്ധിമാന് സമമാണ്. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനത്താൽ നമ്മെ ഹൃദയങ്ങളിൽ ആഴമായി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഈ ശുശ്രൂഷയുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് പൽക്കാലം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ശാരീരിക ക്ലേശങ്ങളായിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പൽക്കാലം നമ്മുടെ കുടികളിൽ വ്യാപരിക്കട്ടെ. ഇതുവരെ പ്രാപിക്കാത്ത, ഇതുവരെ ലഭിക്കാത്ത ദൈവമാകുന്ന വിടുതൽ, അത്ഭുതത്തിന്റെ കരത്തിന്റെ സ്വർഗീയമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇതുപോലെ കാലം നമ്മുടെ ശുശ്രൂഷയിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ഭാഷപ്പെട്ടു കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതേ, കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതേ, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ. ഘോരമാം പാടുകൾ ക്രൂരരാം യൂദരാ, ഘോരമാം പാടുകൾ ക്രൂരരാം യൂദരാ,
ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പത്തിനായി സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായി പകൽവേളയിൽ അനുഗ്രഹീതമായി ആരാധന കർത്താവ് പട്ടണത്തിൽ ഞങ്ങൾക്ക് തന്ന കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളായിരുന്നു ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. അങ്ങയുടെ ചിറകളിൽ ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം. കോഴി തൻ്റെ ചിറകിൽ കീഴിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ അങ്ങയുടെ ചിറകളിൽ ഞങ്ങളെ പരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളിൽ പലരും കർത്താവേ ഹല്ല് കുറവുകളും വിലകിടുന്നതും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അങ്ങ് ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളെ അങ്ങയുടെ നിത്യ സ്നേഹത്താൽ വിളിച്ചു വേർതിരിച്ച് അങ്ങയുടെ മക്കളാക്കി അങ്ങയുടെ കൽപ്പനകൾ അനുസരിപ്പാൻ അങ്ങയുടെ വചനം വായിച്ച് പ്രത്യാശയോടെ ജീവൻ നയിപ്പാൻ പട്ടണം ഞങ്ങളെ കൃപ ചെയ്തതിനായി സ്തോത്രം. ഇതുപോലെ കാലം ഈ ശുശ്രൂഷയിൽ കർത്താവെ ഞങ്ങളെല്ലാം സംബന്ധിക്കുമ്പോൾ ഇത് വലിയൊരു ആസ്വാദനം ദൈവ പ്രവൃത്തിക്കും വിടുതലിന് കാരണമായി തീരുമാനാകണമേ. ഞങ്ങളുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷയെ നടത്തുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ കർത്താവ് പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇതുപോലെ കാലം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ അപ്പത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാലം സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി ലോകത്തിലേക്ക് കടന്നു വന്നു. സകല മാനവജാതിയുടെയും രക്ഷകനായി കർത്താവെ വീണ്ടെടുപ്പുകളായി ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പിനായി തകർക്കപ്പെട്ടു. തൻ്റെ രക്തം ഞങ്ങളെ വില വാങ്ങി തന്ന് ഞങ്ങളെ മക്കളാക്കി തീർത്ത കർത്താവേ സ്തോത്രം. ഇതുപോലെ കാലം അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്നുള്ള ഓർമ്മയ്ക്കായി ഇതുപോലെ കാലം ഞങ്ങൾ ഈ അപ്പത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഇതുപോലെ കാലം ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സൗസന്മാർ ഭാഗമാക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലും ആസ്വാദനും ദൈവപ്രവൃത്തിയും കാരണമായി തരണമേ. ഇതിൽ നിന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ കർത്താവേ വലിയ വിടുതലും ദൈവപ്രവൃത്തിയും വ്യാപരിക്കണമേ. ദൈവത്തിന് വലിയൊരു ആശ്വാസം, വലിയൊരു സമാധാനം, ദൈവത്തിന്റെ കരം കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി സ്പർശനം അനുഭവിപ്പാൻ കൃപയണമേ. ഈ അപ്പത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി ഞങ്ങൾക്ക് തരുമാറാകണമേ. ഇത് ഭക്ഷിച്ച കർത്താവേ തൃപ്തിയോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സമാധാനത്തോടെ ആയിരിക്കാൻ കൃപയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവൻ ശിഷ്യന്മാരുമായി പന്തി ഭോജനത്തിന് ഹല്ലേലൂയ താഴത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി വാങ്ങി ഭക്ഷിപ്പീനെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ ഹല്ലേലൂയ അവൻ ശിഷ്യന്മാരുമായിട്ടിരുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വാങ്ങി ഭക്ഷിക്കുമേ, എൻ്റെ ശരീരം നിങ്ങളെ വീണ്ടെടുപ്പിനായി തകർക്കപ്പെട്ടു എന്നുള്ള ഓർമ്മയ്ക്കായി ഇതുപോലെ കാലം ഈ അപ്പം നമുക്ക് ഒരുമിച്ച് വാങ്ങി ഭക്ഷിക്കാം. നിർമ്മലന്മാർ ഭുജിക്കുന്ന പരലോകാപ്പം താൻ, നിർമ്മലന്മാർ ഭുജിക്കുന്ന പരലോകാപ്പം താൻ, പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കും രക്ഷകൻ, പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കും നീ രക്ഷകൻ.
അനുഗ്രഹിച്ചതിനായ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഈ പാനപാത്രത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ മറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട് കർത്താവേ, അങ്ങയുടെ ഹല്ലേലൂയ ശരീരം ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരുമിച്ച് ഭക്ഷിപ്പാൻ ഇന്ന് പൽക്കാല കൃപ തന്നല്ലോ. അങ്ങയുടെ ജീവൻ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഈ പാനപാത്രത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അനേക മുന്തിരിച്ചെടികളിലുണ്ടായ ഈ മുന്തിരികൾ കർത്താവേ, ആ ഒരു ചക്കിലാട്ടി കർത്താവേ, അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് ദാനമായിട്ട് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ പാനപാത്രം ഞങ്ങൾ പ്രാർത്ഥനയോടെ പാല് ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ അനുഗ്രഹത്തിന് വിടുതലിന് ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാനപാത്രത്തെ അവിടുന്ന് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി എല്ലാവരും ഹോൾഡ് ചെയ്യണം. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പാനം ചെയ്ത്. യു പ്ലീസ് ഹോൾഡ് ഇറ്റ് ഓൺ. വി വിൽ ടേക്ക് ഇറ്റ് ഓൾ ടുഗദർ പ്ലീസ് വൺസ്. കണ്ടാലും കാൽവരിയിൽ ശിരസതും ചാഞ്ഞുവരേ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു നാടികളിൽ കണ്ടിടുക പ്രിയനേ പാതകർക്കായി
ആർക്കെങ്കിലും വീഞ്ഞ് കിട്ടാതെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കരങ്ങളെ ഉയർത്തിയാട്ട്. സ്തോത്രം. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞ യേശു കർത്താവ് ഈ പാനപാത്രം കൊടുത്തതുപോലെ ഇന്ന് പോലെക്കാലം നമുക്ക് സ്തോത്രം ചൊല്ലി ഇന്ന് പോലെക്കാലം ഈ ഹാലിൽ പാനപാത്രം നമുക്ക് പാനം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകസ്ഥാപനം മുതലാറുക്കപ്പെട്ട കളങ്കമില്ല ദൈവകുഞ്ഞാടിനായി ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കളങ്കമില്ല ദൈവകുഞ്ഞാടിനായി ലോകത്തിൻ പാവങ്ങൾ ചുമന്നുകൊണ്ട് വാരിനും ഭൂവിനും മധ്യേ തൂങ്ങിടുന്നു. ലോകത്തിൻ പാവങ്ങൾ ചുമന്നുകൊണ്ട് വാരിനും ഭൂവിനും മധ്യേ തൂങ്ങിടുന്നു. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസ്സതും ചാഞ്ഞു പരനിൽ കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. പ്രിയപ്പെട്ടവരെ, മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു. ഇത് നമ്മെ വിളിച്ചടിക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രാദി, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, പല പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വചനം കേൾക്കുവാനുണ്ട്, കർത്താവിൻ്റെ സാക്ഷികളാകുവാനുണ്ട്. ദൈവം അതിനായിട്ടാണല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, ഈ പട്ടണത്തിൽ ഇതിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ, കർത്താവെ ഞങ്ങളുടെ വചനം ഹാലലിയ ഷെയർ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത തിരുവത്താഴത്തിന് മുമ്പായി ചിലരെ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നടത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ കൃപ ചെയ്യണമായി പ്രാർത്ഥിക്കാം. അനേകം കർത്താവിനെ അറിയുവാൻ കഴിയാതെ സാഹചര്യങ്ങളില്ലാതെ ദൈവത്തിൻ്റെ വചനം അവരിൽ എത്താതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനമായ അടുത്ത ദിവസങ്ങൾ കടന്നുപോയി കർത്താവിനെ ഹാലലിയ നമുക്ക് സാക്ഷിക്കാം. കർത്താവിനെ സ്വന്തരക്ഷമായി സ്വീകരിച്ച കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം പ്രാപിപ്പാൻ, ദൈവസ്ഥല വിശ്വസ്തയോടെ ആയിരിക്കാൻ കൃപ ചെയ്യുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും സഹോദരന്മാരെ, സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ഇന്നുപോലെ കാലം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതായതുകൊണ്ട് വിശുദ്ധ ചുംബനം നമ്മൾ അവസാനം ചെയ്യുന്നതായിരിക്കും. ദയവായി എല്ലാവരും ഇരുന്നാട്ട്. സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മുടെ ശുശ്രൂഷകളെ സഹായിച്ച കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അല്പനിമിഷങ്ങളുടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രിസില്ല, പ്ലീസ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പൽക്കാലം അനുഗ്രഹീതമായി പകൽവേളയിൽ കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരവസരം കൂടെ കർത്താവ് ദാനമായി തന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവസന്നിധിയിൽ അല്പനിമിഷങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ ഹല്ലേലൂയ നിമ്മിയുടെ പപ്പ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദമേടവുമാകയാൽ ഇന്ന് പൽക്കാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളെ സന്നിധിബോധത്തോടെ ഇരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വചനവുമായി തിരുസലിലേക്ക് കടന്നു വരുന്നു നാഥാ. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം അറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വിവേചിച്ച് തരുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന് അത് ക്രിയ ചെയ്യുന്നതായി തീരുവാൻ, ഞങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കുന്ന വചനമായി തീരുവാൻ ഇന്ന് പൽക്കാലം ഇടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം അല്പസമയം ദിവസമായിരിക്കുമ്പോൾ ഞങ്ങളെ സന്നിധിബോധത്തോടെ ഇരുത്തിയാട്ട്, വരുവിനായി ഒരുക്കിയാട്ട്. യേശുവിൻ നാമത്തിൽ തന്നെ കൃപകൾക്ക് മരണമേ. ആമേൻ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 2 Chronicle chapter 20 verses 12. 2 Chronicle chapter 20 verses 12.
O our God, will you not judge them? For we have no power to face this vast army that is attacking us. We do not know what to do, but our eyes are upon you. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും സഹോദരന്മാരും ഇന്നുപോലെ കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം കൂടെ ഇടാൻ പോവുകയാണ്. Let God speak to each and every one of you that is gathered here. ദൈവത്തിന്റെ അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം നാം വായിച്ചു കേട്ടു. We read the word now. ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്യണം? God, what shall we കർത്താവേ, കഴിഞ്ഞ do? നാളുകളിലൊക്കെ അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ടു ഞങ്ങളായിരുന്നു. In the past we have been relying on your ഞങ്ങൾ ചില grace. മനുഷ്യരിൽ ഞങ്ങൾ ചില പ്രഭുക്കന്മാരിൽ ഞങ്ങൾ We ആശ്രയിച്ചു. trusted on kings and ഞങ്ങളുടെ പല princes. വിഷയങ്ങളിൽ കർത്താവിന്റെ കരം കാണുവാൻ ഞങ്ങൾക്ക് ഇടവന്നു. And we saw your hand upon എന്നാൽ many ഇപ്പോഴും things. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് ആയിരിക്കുകയാണ്. God, but at the end of this year we once again കർത്താവേ, in your ഞങ്ങൾ presence. ഇപ്പോൾ എന്ത് ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. God, കർത്താവേ, we do not know what we should do കർത്താവേ, now. മാനുഷ്യമായ രീതിയിൽ പല നിലകളിൽ ഞങ്ങൾ ചിന്തിക്കുകയും ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട്. Lord, we have thought in our human ways and കർത്താവേ, understanding. എന്നാൽ ഇന്ന് പകലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, But today, God, we believe ഞങ്ങളുടെ മുമ്പിൽ തടസ്സമായിരിക്കുന്ന വിഷയങ്ങൾക്ക് whatever that is ഞങ്ങൾ about പ്രാർത്ഥന വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് that ശക്തനാണ്. you will do a miracle ഞങ്ങളുടെ amongst മുമ്പിലുള്ള those things. മഹാപർവ്വതങ്ങളെ സമമുയാക്കി തരുവാൻ കർത്താവ് അങ്ങ് ശക്തനാണല്ലോ. That you will trample the mountains in front of അങ്ങനെ us. അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. Lord, thank you that your anointing is upon us today. യഹോശാഫാത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, വലിയൊരു സൈനിക കൂട്ടം തനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ യഹോശാഫാത്ത് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? Jehoshaphat king is looking at this graced army and is saying, God, what will we do now? ഒരു വലിയ സൈന്യം യഹോശാഫാത്തിന് നേരെ വന്നപ്പോൾ അവൻ മനുഷ്യനോട് പറയാതെ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ വലിയ സൈന്യ നിമിത്തം. And so when King Jehoshaphat sees this great army, rather than asking people or humans the question, he asks God, God, what will we do? കർത്താവേ, ചിലർ രഥങ്ങളിലും ചില കുതിരകളും ആശ്രയിക്കുന്നു, ഞാനോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. God, many rely on kings and horses and chariots, but we rely on മനുഷ്യരിൽ you. ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. God, it is better to trust in you than to trust in പ്രഭുക്കന്മാരിൽ man. ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. God, is better to trust in you than to trust in princes. അങ്ങനെ പ്രതിസന്ധിയുടെ ഭാഗത്ത് ഭാരത്തോടെ വേദനയോടെ നെടുവീർപ്പോടെ ആയിരുന്ന യഹോശാഫാത്ത് പറയുകയാണ്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും? And so in the midst of that great calamity, Jehoshaphat is asking, God, what will I do? ഹല്ലേലൂയ. ദൈവഭക്തനായിരുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന യഹോശാഫാത്ത്, ഹല്ലേലൂയ, അതിലെ 20-ാമത്തെ വാക്യം വായിക്കാം. And so let's read in verse 20 what the king says. Amen. Early in the morning, they left for the desert of Tekoa. As they set out, Jehoshaphat stood and said, listen to me, Judah and people of Jerusalem. Have faith in the Lord your God, and you will be upheld. Have faith in his prophet, and you will be successful. യഹോശാഫാത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നിട്ട് അവനെ സന്തോഷിപ്പിക്കുകയും അവനെ ബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. King Jehoshaphat has been encouraged by the Spirit of God coming upon ഇന്ന് him. രാവിലെ വായിച്ച സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് അവന്റെ മുമ്പിലുള്ള സൈന്യത്തെ കണ്ടിട്ട് അവനൊന്നും ചെയ്യുവാൻ കഴിയാതെ ശക്തിയില്ലാതെ ബലം ക്ഷയിച്ചു വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലോചനകളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുവാൻ അവന് കൃപ തന്നു. Like we heard from the Psalms earlier, that in early morning he rise up, he went to the presence of the Lord to hear from God on how to go through his calamity. തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. Early in the morning they left for the desert of ഇന്ന് Tekoa. പകൽ ദൈവശബ്ദം ഞാൻ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. You and I are hearing the word. ജീവിതത്തിലെ പ്രതിസന്ധി വേളകളിൽ In the calamity of our life, സഹായിപ്പാനില്ലാത്ത പ്രതികൂലത്തിൽ അകപ്പെടുമ്പോൾ, maybe you are in a danger that nobody can help. കഴിവില്ലാതെ ഭാരപ്പെടും. Maybe you have no way forward. യഹോശാഫാത്ത് മനസ്സിലായി, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടതാണ്. In the past, Jehoshaphat കഴിഞ്ഞ understood, I നാളുകളിൽ heard ദൈവം God's എന്നോട് word. സംസാരിച്ചതാണ്. God spoke to me. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. One thing I will ഞാൻ do. അങ്ങയിൽ വിശ്വസിക്കും. I will trust ഞാൻ in അങ്ങയുടെ you. വചനത്തിൽ വിശ്വസിക്കും. I will trust in your അങ്ങയുടെ word. വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കും. I will trust in your promise. അങ്ങയുടെ വാക്ക് എന്നോട് പറഞ്ഞതാണ്. God, you told me your word. താഴ്വരയിൽ കൂടെ കടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Though I walk through the valley of the shadow of death, no danger will prevail. നിന്റെ നേരെ 1000 സൈന്യം നേരിട്ടാലും നീ ഭയപ്പെടരുതെന്ന് പറഞ്ഞതാണ്. Though 1,000 armies may come against you, no danger will അവന്റെ come. കൂടെയുള്ള ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയുകയാണ്,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിക്കുക. He tells to the people around him, people, put your faith in ഇന്ന് God. പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ സഹോദര സഹോദരന്മാരും ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ, If each and every one of you kids and adults, if you're ദൈവത്തിന്റെ willing to put faith വാഗ്ദത്തത്തിൽ in God, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ, you're willing to stand strong in his promise and കഴിഞ്ഞ his നാളുകളിൽ word. കേട്ട പ്രവചന ശബ്ദങ്ങളെ വാഗ്ദത്ത വചനങ്ങളെ ഈ ദിവസങ്ങളിൽ ഉരുവിട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ യഹോശാഫാത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. Take hold of your prophecies that you've heard from God. Take hold of the word and ദൈവത്തിന്റെ stand പ്രവാചകന്മാർ strong. കഴിഞ്ഞ നാളുകളിൽ എന്നോട് നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന് ഇന്ന് പകലിൽ ഒരു പ്രാവശ്യങ്ങളെ ക്ഷമിച്ചയക്കുക. And at this moment, remember the promises, the words that prophets have said to us. മാനുഷികമായ വാക്കുകളല്ല നമ്മളോട് പറഞ്ഞത്. They did not tell you a അത് human ദൈവത്തിന്റെ word. ആലോചനയാണ് എന്നോട് It നിങ്ങളോട് was പറഞ്ഞത്. God's word they ഞാൻ നിങ്ങളെ shared. ക്ഷമകളെ കേട്ട ദൈവ ശബ്ദമാണ്. You and I heard the voice ഞാൻ of നിങ്ങളെ God. ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. He said, I will not ഞാൻ നിങ്ങളെ forsake ഉപേക്ഷിച്ച് you. കളയില്ല. I will not leave ഒരമ്മ you. തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. Though a mother may abandon their child, I will not abandon you. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. Let us trust and put our faith in ദൈവത്തിന്റെ the വചനത്തിൽ word. നമുക്ക് ആശ്രയിക്കാം. Put your trust in the ദൈവം word. നമുക്ക് ആശ്രയമായി തീരും. God is our ഇത് trust. പറഞ്ഞുകൊണ്ട് യഹോശാഫാത്ത് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഹല്ലേലൂയ അല്പസമയം സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനിടയായി. Saying this, Jehoshaphat praised God in that ദൈവത്തിന്റെ desert. സന്നിധിയിൽ തങ്ങളെ തന്നെ He സമർപ്പിക്കുവാനിടയായി. offered, he submitted തന്റെ himself. ജീവിതത്തിന്റെ അവസ്ഥകൾ ദൈവത്തോട് പറയുവാനിടയായി. He gave his life to കർത്താവേ, God. വലിയൊരു സൈന്യം എന്റെ നേരെ വന്നിരിക്കുകയാണ്. He said, God, look, there is എനിക്ക് ഒരു army. കഴിവും എനിക്കൊരു പ്രാപ്തിയുമില്ല കർത്താവേ. God, I have no quality, എന്നാൽ I ഈ have no വലിയ skill. മഹാസൈന്യത്തോട് എതിടുവാൻ അങ്ങ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, വിശ്വസ്തനാണല്ലോ. God, but you have faith, for you told me to go against the കർത്താവേ, എന്റെ ഈ army. പ്രതിസന്ധിയിൽ എന്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങി വരുമാറാകണമേ. God, please come down in the എന്റെ ഈ വിഷയത്തിൽ അങ്ങ് ഒന്ന് calamity. ഇടപെടുമാറാകണമേ. God, come down in this എന്നെ ഒന്ന് problem. ആശ്വസിപ്പിക്കണമേ. God, comfort ഞാൻ me. ശത്രുക്കളുടെ മുമ്പിൽ നിന്നയായി പോവാൻ നീ അനുവദിക്കരുത്. God, do not to let my head be put to ദൈവത്തോട് shame. പ്രാർത്ഥിച്ച യഹോശാഫാത്തിന് വേണ്ടി ദൈവം വലിയ വിജയം നൽകി അവനെ സഹായിച്ചു. To the one who prayed to God, God gave great victory to Jehoshaphat. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. God has enabled us to reach ധാരാളം this ദൈവത്തിന്റെ moment. വചനങ്ങൾ, ദൈവത്തിന്റെ വാക്ക് ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. You and I have heard പലപ്പോഴും countless ചഞ്ചല words. ഹൃദയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. Sometimes our പലപ്പോഴും hearts തളർത്തുകയും wavered. ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. Maybe we weakened. എന്നാൽ ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോശാഫാത്ത് തന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. But like Jehoshaphat, let us come back to the presence of the ഒന്ന് Lord. ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ In 1 Chronicles 10 verses 13. ഫെലിസ്ത്യർ ശൗലിനെ ഹല്ലേലൂയ ആക്രമിക്കുവാനായി വരികയാണ്. And the Philistines come against Saul. ശൗൽ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. Saul doesn't know what to do. അവൻ ഈ വലിയ ഫെലിസ്ത്യർ സൈന്യത്തെ കടന്നു വന്ന് കണ്ടപ്പോൾ And അവൻ ഭയപ്പെട്ടു. when he saw the army, he was fearful. എന്നിട്ട് ശൗൽ പെട്ടെന്ന് വെളിച്ചപ്പാടത്തി അടുത്തേക്ക് കടന്നുപോയി. He went to the witch. ഹല്ലേലൂയ. എന്നിട്ട് അരുളപ്പാട് ചോദിക്കുകയാണ്. He asked for help അവൾ from അവളോട് there. വെളിച്ചപ്പാടത്തിന് അടുത്ത് ചെന്നപ്പോൾ അവൾ അവൾക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു കൊടുത്തു. The witch gave her own divination. എന്നാൽ ആ വെളിച്ചപ്പാടത്തിന്റെ ആലോചന കേട്ട് കടന്നു വന്ന് ശൗൽ യുദ്ധം ചെയ്തപ്പോൾ അവൻ പരാജിതനായി തീർന്നു. But when he listened to the word അവൻ of the witch, he മഹാപ്രതിസന്ധിയിലായി തീർന്നു. lost and he അവന്റെ died. ഭാവി കംപ്ലീറ്റ് തീർന്നു. He lost his ഹല്ലേലൂയ. future. അവൻ കംപ്ലീറ്റ് ലോസ്റ്റ് ആയി തീർന്നു. He lost his life. പ്രിയപ്പെട്ടവരെ, രണ്ട് രാജാക്കന്മാരെ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. Today God is showing two kings. യഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിച്ചു. Jehoshaphat trusted in ശൗലോ God. വെളിച്ചപ്പാടത്തിൽ ആലോചന കേൾക്കുവാൻ കടന്നുപോയി. Saul trusted in അതിനനുസരിച്ച് the ചെയ്യൂ. witch and he heard for that ജീവിതത്തിൽ word. പരാജയങ്ങൾ നേരിട്ടു. And he faced എന്നാൽ ഇന്ന് failures. പകല് ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരെ ദൈവം വിടുവിപ്പാൻ കർത്താവ് ശക്തനാണ്. But today those who are trusting in God, God will deliver. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. The Holy Spirit is speaking to those who are going through calamity. ആരും എന്റെ അടുത്തില്ല, ആരും എന്നെ സഹായിപ്പാനില്ല എന്നൊരു പക്ഷേ ഞാൻ നിങ്ങൾ കരഞ്ഞു Maybe വിലപിക്കുന്നുണ്ടായിരിക്കാം. you're crying and crying out. There എന്നാൽ is no one to പരിശുദ്ധാത്മാവ് help. ഇന്ന് പകൽക്കാലം കമ്പിവാചകം പോലെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് But the സംസാരിക്കുകയാണ്. Spirit is speaking to you clearly through words. മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാതെ വണ്ണം വാതിലുകളെ അടച്ച് വഴികളെ അടച്ച് ശത്രു ബന്ധിച്ചിരിക്കുന്ന അവസ്ഥകളായിരിക്കാം. Maybe you're going through a moment when all the എന്നാൽ doors അതിന് have been മാത്രത്തിൽ closed. പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. But God can do a great miracle. അപ്പോസ്തലനായ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന് 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Acts chapter 16 verses 25 onwards. പൗലോസും ശീലാസും ഫിലിപ്പിയ കാരാഗൃഹത്തിലായിരിക്കും. They were in the prison in Philippi. സുവിശേഷ നിമിത്തമായി കർത്താവിന്റെ വേലയിലായിരുന്ന ദൈവഭൃത്യന്മാരെ അവർ തടവിലാക്കി. They put these servants of God for preaching the അവർ gospel. ഫിലിപ്പിയ കാരാഗൃഹത്തിൽ ബന്ധനത്തിൽ അവരായിരിക്കുകയാണ്. They were bounded up. അവര് മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ല. കർത്താവിനെ സേവിക്കുന്നതിൽ, കർത്താവിനെ സാക്ഷീകരിക്കുന്നതിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ട് അവർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. They didn't do any other
other fault other than to glorify and minister for God. എന്നാൽ അവരുടെ പ്രതിസന്ധികൾ മൊത്തത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി. But in the midst of that calamity, they praised God. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ In the midst of our നമ്മുടെ മുമ്പിലുള്ള calamity, വാതിലുകൾ അടയുമ്പോൾ, when the doors നമ്മുടെ മുമ്പിൽ close, ശത്രു നമുക്ക് എതിരായി കടന്നു വരുമ്പോൾ, when the enemy come up പൗലോസും against us, ശീലാസും ഒരുമിച്ച് യാത്രയുടെ യാമത്തിൽ ഒരുമിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ചു. Paul and Silas, they prayed at ദൈവത്തിന്റെ that night. മഹത്വം കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നു. God's great glory come ദൈവത്തിന്റെ on വിടുതൽ there. അവിടെ ഇറങ്ങി വന്നു. God's great presence പെട്ടെന്ന് ഒരു came in. ഭൂകമ്പം അവിടെ ഉണ്ടായി. Suddenly there was an അവരുടെ earthquake. കൈകൾ മേൽ കിടക്കുന്ന ചങ്ങലകൾ വീണു. And their chains were വലിയൊരു broken. ഭൂകമ്പത്തിലെ ശബ്ദം കേട്ടുകൊണ്ട് കാരാഗൃഹ പ്രമാണി ചോദിക്കാണ്, ഹല്ലേലൂയ, ഞാൻ എന്ത് ചെയ്യണം? The jailer hearing the earthquakes is asking, what ദൈവാത്മാവ് ഇന്ന് shall I do? പകൽക്കാലം പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചിലത് പുറപ്പെടുവിക്കുവാൻ കർത്താവ് ശക്തനാണ്. Today God is saying that to those who are willing to pray, ദൈവത്തിന്റെ God is willing to set out. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന ചില കാരാഗ്രഹ പ്രമാണികൾ നമ്മളോട് ചോദിക്കും. And so when we are trusting and relying and praying to God, there are some jailers who are watching us ദൈവത്തിന്റെ closely. അഭിഷക്തന്മാർ ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കുമാറോ ഒരു ഭൂകമ്പത്താൽ ആ കാരാഗ്രഹം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ. When the anointed servants of God were worshiping together, we see there was a great earthquake. The chains were broken. ഓ കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു, ഹല്ലേലൂയ, ഇത് മുഖാന്തരമായിട്ട് അവരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു, അവർ രക്ഷപ്പെട്ടു കാണുമെന്ന് വിചാരിച്ചു. Jailer thought that because the chains were loose, they would have run off, escaped. ഹല്ലേലൂയ. എന്നാൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ But seeing them അവർ directly, പാടി ആരാധിച്ച് കർത്താവിനെ മഹത്വം കൊടുത്തിരിക്കുകയാണ്. but these people, they were praying to എന്നിട്ട് അതിന്റെ 30-ാം God. വാക്യത്തിൽ വായിക്കുകയാണ്, യജമാനന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? The jailer asked, sir, what can I do to be പ്രിയപ്പെട്ടവരെ, saved? പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇതാ പാടി കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന്. To those who are praising in the midst of the calamity, we see this jailer asking, what can I do to be saved? ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണിയോട് ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തെ പറ്റി പറയുവാൻ പൗലോസ് താല്പര്യപ്പെടുകയാണ്. Paul shared the gospel with them. അവൻ അവരോട് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. They replied, believe in the Lord Jesus and you will be saved, you and your household. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വചനം അവരോട് സംസാരിച്ചപ്പോൾ ആ കാരാഗ്രഹ പ്രമാണി കേൾക്കുവാൻ ഇടയായി തീർന്നു. That night they spoke the word of God to the jailer. അവനോട് പറഞ്ഞ സുവിശേഷം അവൻ കേൾക്കുവാൻ ഇടയായി They തീർന്നു. heard the word. അതിനുശേഷമായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, അവൻ ദൈവത്തിന്റെ വചനം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് അവരോട് മനസ്സലിവ് തോന്നുവാനിടയായി തീർന്നു. When they said the word of God, the jailer had compassion upon them. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ നിന്ന് വളരെ പ്രതിസന്ധിയുടെ രീതിയിലായിരുന്നിട്ടും അവൻ അവരോട് മനസ്സലിഞ്ഞ് കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് ഇടപെടുവാനിടയായി തീർന്നു. And even though they were in prison, the jailer felt compassion towards them. He heard the word of the Lord and the gospel. പ്രിയപ്പെട്ടവരെ, ദൈവം വചന പണ്ഡിതന്മാർ ഹല്ലേലൂയ അതിന് ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ശരീരത്തിൽ പല മുറിവുകൾ ഉണ്ടായിരുന്നു. അവർ വളരെ അതികഠിനമായ പ്രതിസന്ധിയിലൂടെയാണ് അവർ കഴിഞ്ഞു പോയിരുന്നത്. We see that it is written that they had many marks upon their body. എന്നാൽ കർത്താവിന്റെ വചനം കേട്ട കാരാഗ്രഹ പ്രമാണി അവരോട് മനസ്സലിവിടാൻ തുടയാനിടയായി. But we see that the jailer who heard the gospel എന്നിട്ട് ആ രാത്രിയിൽ അവരുടെ മുറിവുകളെ കഴുകി തുടച്ച് വൃത്തിയാക്കുവാൻ ഹല്ലേലൂയ അവരെ സഹായിക്കുവാൻ and ഇടയായിരുന്നു. he is healing, he is ആ binding സമയത്ത് their ദൈവത്തിന്റെ wounds. വചനം കാരാഗ്രഹ പ്രമാണി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. And they're telling the jailer the gospel. അങ്ങനെ കാരാഗ്രഹ പ്രമാണി കുടുംബവും കർത്താവിന്റെ കൽപ്പനയും കർത്താവിന്റെ വചനവും പ്രമാണിപ്പാനിടയായി തീർന്നു. That night the jailer and his whole family came to believe. അവൻ കർത്താവിന്റെ സ്നാനം എന്ന കൽപ്പന പ്രമാണിപ്പാനിടയായി തീർന്നു. They were baptized. എന്നിട്ട് ഈ കാരാഗ്രഹ പ്രമാണി അവന്റെ ഭവനത്തിൽ അവരെ ചേർത്തുകൊണ്ടു. And the jailer brought them into അവർക്ക് his വേണ്ടുന്ന house. ഭക്ഷണത്തെ വിളമ്പിക്കൊടുത്തു. He set a meal before അവരുടെ them. ഭവനത്തിൽ വലിയൊരു ജോയ് ഉണ്ടായി. And his house was filled with a great ഹല്ലേലൂയ. joy. അതുവരെ ഉണ്ടാത്ത വലിയൊരു സന്തോഷം കാരാഗ്രഹ പ്രമാണിയുടെ ഭവനത്തിൽ ഉണ്ടായി. That he experienced a joy that he's never അവന്റെ കുടുംബം experienced. ഒന്നടങ്കം കർത്താവിലെ സന്തോഷിപ്പാനിടയായി His തീർന്നു. family experienced joy. അവന്റെ ജീവിതത്തിൽ അതുവരെ ഇല്ലായിരുന്ന വലിയൊരു സന്തോഷം അവന്റെ കുടുംബത്തിൽ അനുഭവിപ്പാനിടയായി തീർന്നു. And he felt that great joy in his family. കാരാഗ്രഹ പ്രമാണി കുടുംബവും കർത്താവിലെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല, Not only did they accept God, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം കൂടെ സ്വീകരിക്കുവാനിടയായി they തീർന്നു. got baptized. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അവൻ കടന്നു വരുവാനിടയായി. And they came into the love of the Lord. ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ പൗലോസിനും ശീലോസിനോടും കാണിക്കുകയാണ്. And they showed that love to Paul and Silas. കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഹല്ലേലൂയ ആ കുടുംബത്തെ കർത്താവ് ഒരുക്കി. And God enabled that family to meet ദൈവത്തിന്റെ വചനത്തെ Jesus. അവരനുസരിച്ചു. They obeyed. ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പന അവരനുസരിച്ചു.
They obeyed God's word. മാത്രമല്ല വിശ്വാസത്തിന് വേണ്ടി ഒരു ധീര പോരാളിയായി ആ കുടുംബം കർത്താവിന്റെ നാമത്തിൽ നിൽക്കുവാനിടയായി And they decided to stand strong for the ministry. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. God has brought us to the end of എനിക്ക് this year. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ When we are going through more ഇന്ന് പകലിൽ ഹല്ലേലൂയ calamities, ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ask God, God, എന്റെ what can ജീവിതത്തിലുള്ള I do? പ്രതിസന്ധികളെ എനിക്ക് തരണം ചെയ്യുവാൻ കഴിയുന്നില്ല. God, I cannot fight this എന്റെ വിഷയത്തിൽ battle. 10 നാളുകളായി പ്രാർത്ഥിച്ചിട്ട് വിടുതൽ ലഭിക്കുന്നില്ല. God, I've been praying for കർത്താവേ years and നിശ്ചയമായി എന്റെ fasting. അടുത്തേക്ക് അങ്ങ് ഇറങ്ങി വരുമാറാകണമേ. God, please come പൗലോസും down. ശീലാസും പാടി ആരാധിച്ചപ്പോൾ Lord, when Paul and ദൈവത്തിന്റെ Silas മഹത്വം praised ഇറങ്ങി God, വന്നതുപോലെ they saw the ഇന്ന് പകലിൽ glory. ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരികയാണ്. Let God's glory come ദൈവാത്മാവിന്റെ upon. ശക്തി ഹോളിൽ വ്യാപരിക്കുകയാണ്. Let God's great strength come ദൈവത്തിന്റെ upon കൃപ this നമ്മുടെ മേൽ place. പകരുകയാണ്. Let His grace come നാളുകളായി upon. ശത്രു നമ്മെ ഒതുക്കുവാൻ നോക്കിയ സ്ഥാനത്ത്, At a time when the enemy tried to control us, ദുഷ്ടൻ നമ്മളെ പരാജയപ്പെടുത്തുവാൻ നോക്കിയ സ്ഥാനത്ത്, when the enemy tried to fail us, ദൈവത്തിന്റെ അത്ഭുതകരം സഭയമേ വ്യാപരിക്കുകയാണ്. God's great and strong arms upon ദൈവത്തിന്റെ the വലിയ church. സമാധാനവും വലിയ വിടുതലും ഇന്ന് വൽക്കാലം ദൈവ സഭയിൽ കർത്താവായിരിക്കുകയാണ്. God is sending His great miracle upon the church, എനിക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥാനത്ത് where you and I cannot ഇന്ന് go. പകലിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന് വ്യാപാര ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുകയാണ്. God's great, amazing, wonderful power is here today. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്ന ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ You and I have reached the end of this year, മുമ്പോട്ട് നമുക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം ശത്രു നമ്മളെ തടഞ്ഞു നിർത്താൻ അനവധി പ്രതിസന്ധികളുണ്ട്. and there are many times when the enemy has tried to stop us ഒരുപക്ഷെ from going. കുടുംബത്തിലായിരിക്കാം, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ മറ്റ് പല പ്രിയപ്പെട്ടവരിൽ കൂടെ ആയിരിക്കാം. Maybe it's in your family, it's in your job, എന്നാൽ and ഇന്ന് പകൽ whatever. പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ അഭിഷേകം കൂടെ വ്യാപരിക്കുകയാണ്. God's great ദൈവത്തിന്റെ anointing കൃപ is ഇന്ന് going പലക്കാലം to ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മേൽ പകരപ്പെടുകയാണ്. God's anointing is ദൈവാത്മാവിന്റെ going ശക്തി, ദൈവത്തിന്റെ അഭിഷേകം ഇവിടുന്ന് പലക്കാലം വ്യാപരിക്കുകയാണ്. God's great anointing ഞാൻ is എന്റെ poured ജനത്തിന് upon വേണ്ടി you. ഇറങ്ങി വരും. I will come down ഞാൻ for എന്റെ my ജനത്തിന്റെ people. കഷ്ടത കണ്ടു. I have seen my ഞാൻ people's എന്റെ ജനത്തിന്റെ trouble. നിലവിളി കേട്ടു. I have heard my നിങ്ങളുടെ people's കഷ്ടതയിൽ നിന്ന് trouble. നമ്മുടെ കഷ്ടതയെ വിടുവിക്കുവാൻ He will deliver us from ഇന്ന് our പകൽ ദൈവം calamity. ഇറങ്ങി വന്നിരിക്കുകയാണ്. He has come ദൈവത്തിന്റെ down. സാന്നിധ്യം കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നതുപോലെ He like His presence ഇന്ന് in the പകൽ jail. ദൈവത്തിന്റെ അഭിഷേകം ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. His anointing is ദൈവത്തിന്റെ കൃപ here. ഇവിടെ His പകർന്നിരിക്കുകയാണ്. grace is here. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വൽക്കാലം ദൈവാത്മാവിന്റെ ശക്തി ഇവിടെ പകരുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇന്ന് പകലിൽ ദൈവസഭയിൽ വ്യാപരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമേലും ദൈവകൃപ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ട, ദൈവത്തിന്റെ മഹത്വം രക്തത്താലും വചനത്താലും ഇന്ന് പകലിൽ മുദ്രയിട്ട് സഹോദരന്മാർ, സഹോദരിമാർ, ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുപോലെ ഈ അഭിഷേകത്തിന്റെ ഉള്ളിലായിരിക്കാൻ കർത്താവ് നമ്മെ കൃപ ചെയ്യട്ടെ. ഹാലയിലെ പാട്ടിന്റെ ആ ചരണങ്ങൾ പാടാട്ടെ. ഹാലയിൽ എല്ലാവരും എഴുന്നേറ്റ് ഹാലയിൽ എല്ലാവരും വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് ഇന്ന് വരെ കാലം സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം
ശുശ്രൂഷ ഇന്നുപോലെ കാലം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇന്നുപോലെ കാലം ഞങ്ങൾ ശത്രുമേൽ ജയമെടുത്ത് രക്തത്താലും വചനത്താലും അങ്ങയുടെ കള്ളിൽ എണ്ണ പൂശി ഞങ്ങൾ വിജയം കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ദുഷ്ടം ഞങ്ങളെ കാണാതെ വേണം, ഒരു ശത്രു ഞങ്ങളെ തൊടാതെ വേണം, ഒരാപത്തോ ഒരു രോഗമോ ദുഃഖമോ ഒന്നും വരാതെ വേണം. ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ പ്രവർത്തന കർത്താവ് രക്ഷിച്ച് മുദ്രയിട്ട് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ കടന്നു പോകുന്നു. തുറന്നും കാണുവരെയും മാനുവൽ ചെലവുകൾ സൂക്ഷിക്കണമേ. ഞങ്ങളൊന്ന് സൂക്ഷികളെ കടന്ന് മാനിക്കണം. എല്ലാം സമാധാനത്തോടെ അയച്ചാട്ടോ. പ്രാർത്ഥന യാതന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രാർത്ഥന എല്ലാ വിഷയങ്ങളോടും ഇപ്പോൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കൃഷ്ണ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം നടമേ. എല്ലാവർക്കും ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഡൈനിങ് ഹാളിൽ കുഞ്ഞുങ്ങൾ ദയവായി പെട്ടെന്ന് പോയി 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട്